6ാം ക്ലാസ്സിന്റെ ഹിന്ദി ടെക്സ്റ്റിൽ നീലി ചിടിയ എന്നുള്ള പദ്യമല്ലേ പഠിച്ചത്. അതിലെ കുറച്ച് ഭാഗം മാത്രം നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയുള്ളൂ. ബാക്കി പാട്ട് നമുക്ക് ഇന്ന് നോക്കാം. വായിക്കുകയാണ്. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ ലാഖ് ബുലാവോ ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ नीले आसमान से उतरी नीली एक निराली चिड़िया गाते उठने वाली चिड़िया उठती गाने वाली चिड़िया. നമുക്ക് ആദ്യത്തെ 4 സ്റ്റാൻസ നോക്കാം. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ. എന്താണ് പറയുന്നത്? ഈ മരച്ചില്ലയിൽ നിന്നും, ഡാലി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാഞ്ചസ് ഓഫ് ട്രീ. ഈ മരച്ചില്ലയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി പറക്കുന്ന ചെടി. ലാഖ് ബുലാവോ ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ. ഞാന് കുറേ തവണ വിളിക്കുന്നു പക്ഷിയെ. ചിടിയെ വിളിച്ചിട്ട് പക്ഷെ എന്താണ്? എന്റെ അടുക്കൽ വരാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. നീലെ ആസ്മാൻ സേ ഉത്തരി നീലി ഏക് നിരാലി ചിടിയ ഗാത്തെ ഉഠ്നെ വാലി ചിടിയ ഉട്ടി ഗാനെ വാലി ചിടിയ. വീണ്ടും ആ പദ്യത്തിന്റെ ആദ്യത്തെ വരി തന്നെയാണ് വീണ്ടും പറയുന്നത്. നീലെ ആസ്മാൻ സേ ഉത്തരി നീലി ഏക് നിരാലി ചിടിയ. നീല ആകാശത്തിലെ നീല നിറത്തിലുള്ള പക്ഷി. ഉട്ടി ഗാനെ വാലി ചിടിയ ഗാത്തെ ഉട്നി വാലി ചിടിയ ഉട്ടി ഗാനെ വാലി ചിടിയ. എന്താണ്? പാട്ട് പാടിക്കൊണ്ട് താഴുകയും പൊങ്ങുകയും ഒക്കെ പറന്ന് നടക്കുകയാണ് ആ പക്ഷി, അല്ലേ? അപ്പോൾ നമുക്ക് ആ പാഠം തീർന്നു. നമുക്ക് അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ലാഖ് ബുലാവോ ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ലാഖ് ബുലാവോ ലേക്കിൻ മേരെ. ഞാന് വിളിച്ചിട്ടും എൻ്റെ അടുക്കിലേക്ക് ആ പക്ഷി വരുന്നില്ല. ക്യോ? എന്തുകൊണ്ടായിരിക്കും പക്ഷി വരാത്തത്? ക്യോങ്കി പക്ഷി സെ चिड़िया को मनुष्य से डरना है. इसलिए वो हमारे पास न आते हैं, डरते हैं हमको. പക്ഷിക്ക് നമ്മളെ പേടിയാണ്, അതുകൊണ്ടാണ് പക്ഷി നമ്മുടെ അടുക്കൽ വരാത്തത്. നമുക്ക് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആ പാഠത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പാട്ട് നോക്കിക്കേ. നമൂനയ്ക്ക് അനുസാർ വാക്യ ബനായി. പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വാക്കുകൾ ഉണ്ടാക്കാനാണ്. അതിനകത്ത് കുറച്ച് ടെക്സ്റ്റ് ഫോട്ടോസ് തന്നിട്ടുണ്ട്, കുറച്ച് വാക്യങ്ങളും തന്നിട്ടുണ്ട്. ചിപ്കർ ഗാന, പാസ് ന ആന, ചട്ട് ഉഡ് ജാന, ദാന ഖാന. ഇങ്ങനെ അതിനകത്ത് 4 ടേബിൾസ് തന്നിട്ടുണ്ട്. 4 പടങ്ങളും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇവിടെ ഇച്ചിരി വെട്ടക്കുറവ് കാണും കേട്ടോ, കറണ്ട് പോയേ. നോക്കിക്കേ, ഇങ്ങനെ 4 ഫോട്ടോസ് തന്നിട്ടുണ്ട്, 4 പടങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ഓരോ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ സെൻറ്റൻസ് ആക്കി എഴുതണം. കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അത് സെൻറ്റൻസ് ആക്കി എഴുതണം. അതിനകത്ത് ഒരു എക്സാമ്പിൾ ആദ്യം തന്നിട്ടുണ്ട്, ചിടിയ ചിപ്കർ ഗാത്തി ഹെ. അതുപോലെ തന്നെ ബാക്കി നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കണം. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? പാസ് ന ആന. അപ്പം നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ വരും? ചിടിയ പാസ് ന ആത്തി ഹെ. അതുപോലെ ചട്ട് ഉഡ് ജാന എങ്ങനെ എഴുതും? ചിടിയ ചട്ട് ഉഡ് ജാത്തി ഹെ. ദാന ഖാന എങ്ങനെ എഴുതുന്നത്? ചിടിയ ദാന ഖാത്തി ഹെ. മനസ്സിലായോ? അതിനകത്ത് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നമ്മൾ അതുപോലെ തന്നെ സെൻറ്റൻസ് ഉണ്ടാക്കി എഴുതണം. അടുത്ത എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഏതാ നോക്കിക്കേ. സമാനാർത്ഥ ടൂണ്ടെ പത്തേ ഭരെ. കണ്ടോ ആ ടെക്സ്റ്റിനകത്ത് ഒരു ചില്ലയൊക്കെ വരച്ചിട്ട് കണ്ടോ? നോക്കിക്കേ, ഇതിനകത്ത് 2 ലീവ്സ് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരെണ്ണത്തിനകത്ത് അർത്ഥം പാർട്ടുണ്ട്, അത് നമ്മളിത് കണ്ടുപിടിക്കണം. ഇപ്പുറത്തെ സൈഡിലെ അർത്ഥം, സമാനാർത്ഥം, ഒരുപോലെയുള്ള അർത്ഥങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക.
അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ജൽദി. ജൽദി കണ്ടോ? നമ്മുടെ ടെക്സ്റ്റിനകത്ത് ജൽദിയുടെ പകരം വാക്ക് ഏതാ എഴുതിയിരിക്കുന്നത്? ജൽദി ചട്ട്. ചട്ട് ഉട്വാനെ. കണ്ടോ? ജൽദി. ജൽദി എന്നുള്ള വാക്കിന് നമ്മുടെ ടെക്സ്റ്റിനകത്ത് പകരം വാക്ക് ഏതാ? കണ്ടോ? ചട്ട്. ചട്ട് ഉട്വാൻ ആനെ വാലി ചിടിയ. അങ്ങനെയുള്ള പാഠം പറഞ്ഞിരിക്കുന്നത് ചട്ട്. പിന്നെ എന്താണ്? പങ്ക്. പങ്ക് എന്താണ്? ചിറക്. ചിറകിന് ഹിന്ദിക്കകത്ത് സമാനാർത്ഥം ആ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് പർ. അടുത്തത് എന്താണ്? ഫുൻഗി. ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി പർ. എന്താണ്? ഈ ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയ്ക്ക്. കണ്ടോ? ഡാലിക്ക് പകരം പറഞ്ഞേക്കുന്നതാണ് ഫുൻഗി. അടുത്തത് ചിടിയ. കണ്ടോ? പക്ഷിക്ക് പകരം എന്താ വാക്കാണ് ടെക്സ്റ്റിനകത്ത്? എന്താണ്? ചിടിയ. അടുത്ത എന്താണ്? അനോഖി. അനോഖി എന്ന് പറഞ്ഞ വളരെ വ്യത്യസ്തമായ, വളരെ വിചിത്രമായ, അതിനാണ് നിരാലി. നിരാലി. നിരാലി ചിടിയ എന്നുള്ള വാക്കാണ്. ഇനി ആകാശ്. ആകാശിന് പകരം പറഞ്ഞ വാക്ക് ഏതാണ്? ആസ്മാൻ. മനസ്സിലായോ? ഇത്രയാണ് ആ ടെക്സ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പങ്ക്തിയാം ടൂട്ടേ ലിഖേ. എന്താണ്? നമ്മൾ പാഠഭാഗത്തെ വരികൾ തന്നിരിക്കുന്നത്. നമ്മൾ ആ വരി കണ്ടുപിടിച്ച് എഴുതണം. चिड़िया एक डाली से दूसरी डाली पर पंक्तियां टूटे लिखे. അതെന്താ? ഈ പാഠഭാഗത്ത് കുറച്ച് വേർഡ്സുകളുണ്ട്. നമ്മൾ ആ പാഠത്തിലെ വരികൾ എഴുതി നോക്കി എഴുതണം. ഇവര് ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ചിടിയ എക് ഡാലി സെ ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹൈ. അപ്പോൾ നമ്മൾ അതിന് പകരമുള്ള കവിതയുടെ വരികൾ എഴുതണം. ചിടിയ ഏക ഡാലി സെ ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹൈ. എന്നുവെച്ചാൽ പക്ഷി എന്താ എടുക്കുന്നത്? ഒരു മരച്ചില്ലയിൽ നിന്ന് മറ്റേ ചില്ലയിലേക്ക് പറന്നു നടക്കുന്നു. അതെന്താ? നമ്മൾ പുസ്തകത്തിനകത്തുനിന്ന് വരികൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ആനെ വാലി ചിടിയ. പാഠത്തിനകത്തുണ്ടല്ലോ, അതാണ് എഴുതിയെടുക്കേണ്ടത്. അടുത്ത എന്താണ്? ചിടിയ ലോകോംകെ പാസ് നഹി ആത്തി ഹെ. എന്താണ്? പക്ഷികൾ എന്താണ്? മനുഷ്യരുടെ അടുക്കിലേക്ക് വരുന്നില്ല. വിളിച്ചിട്ടും വരാത്ത എന്താണ്? അപ്പൊ ആ വരിയ ഞാൻ മനസ്സിലായോ? ഏതാണ്? ലാഖ് ബുലാവോ മേരെ പാസ് ആനെ വാലി ചിടിയ. ഏതാണ്? ലാഖ് ബുലാവോ ലേക്കിൻ മേരെ പാസ് ആനെ വാലി ചിടിയ. അതല്ലേ? മനസ്സിലായോ? അടുത്ത ചിടിയ പത്തോമേ ചിപ്കർ ഗാത്തി. അതിന്റെ വരികൾ ഏതൊക്കെയാണ്? നോക്കിക്കേ, പുസ്തകത്തിനകത്തുണ്ടല്ലോ. ഇൻ പത്തോമേ ഉൻ പത്തോമേ ചിപ്കർ ഗാനെ വാലി ചിടിയ. മനസ്സിലായോ? അടുത്തത് ഏതാ? ചിടിയ ദാന കാക്കർ എന്താ പറഞ്ഞിരുന്നത്? പക്ഷി ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് പറന്നു പോകുന്നു. എന്താണ് അർത്ഥം? ദാന ഖാക്കർ പർ ഫട് ഖാക്കർ ചട്ഉട്ട് ജാനെ വാലി ചിടിയ. അല്ലേ? അപ്പൊ അത്രയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇനി ഏതാണ്? കവിതാസെ സുൻകർ ലിഖേ. കവിതാസെ ചുൻകർ ലിഖേ. കവിത കേട്ടിട്ട് എഴുതാനുള്ളതാണ്. ഉട്നെ വാലിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതേ രീതിയിലുള്ള പദങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുന്ന നോക്കി എഴുതണം കേട്ടോ. ഏതാണ്? ഉട്നെ വാലി. ഉട്നെ വാലി നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റിനകത്തുണ്ടല്ലോ, ഗാനേ വാലി. കണ്ടോ? ഗാനേ വാലി, ഖാനേ വാലി, ജാനേ വാലി, ഉട്നെ വാലി. അങ്ങനെയുള്ള വാക്കുകൾ എഴുതണം.
ऊपर के नमूने के अनुसार शब्द बनाने. പേജ് നമ്പർ 16 ആകട്ടോ പറയുന്നത്. ऊपर के नमूने के अनुसार शब्द बनाए. ഇതിനകത്ത് കുറച്ച് വേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. പി, ദേ, പീഗ്, കർ. അപ്പം അതിനനുസരിച്ച് നമ്മൾ വരികൾ എഴുതാനാണ് പറഞ്ഞത്. പി എന്ന് വെച്ചാൽ പീനെ വാലി ഉണ്ട്, ടെക്സ്റ്റിനകത്തുണ്ട് പീനെ വാലി. ദേക്കാണെങ്കിൽ ദേഖ്നെ വാലി. അടുത്തത് ഫീഗ് ആണെങ്കിൽ ഫീഗ്നെ വാലി. കറാണെങ്കിൽ കർണേ വാലി. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെ അടുത്ത പേജ് 17 പങ്ക്തിയാം ജോഡു. പങ്ക്തിയാം ജോഡോ എന്ന് പറഞ്ഞാൽ അതിനകത്തെ വരികൾ നമ്മൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അതിന് നമ്മൾ എക്സാമ്പിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. നീലെ ആസമാൻ സേ ഉത്തരി, നീലി ഏക് നിരാലി ചിടിയ, ഗാത്തെ ഉട്നെ വാലി ചിടിയ, ഉട്ടി ഗാനെ വാലി ചിടിയ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ടെക്സ്റ്റ് പിക്ചർ തന്നിട്ടുണ്ട്. घोंसला बनाना, पानी पीना, प्यार करना, बारिश में भीगना, അങ്ങനെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതുപോലെ തന്നെ എഴുതണം. അതിന് നമുക്ക് എന്താ എഴുതണം? घोंसला बनाना चिड़िया, पानी पीने वाली चिड़िया, प्यार करने वाली चिड़िया, बारिश में भीगने वाली चिड़िया. അങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെ ആ ചെടിയെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് അർത്ഥങ്ങളാണ് അടുത്ത ഭാഗത്ത് തന്നേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്? രാഷ്ട്രീയ പക്ഷി ദിവസ് 5th ജനുവരി. അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്കിനി അടുത്ത ദിവസം അടുത്ത പുതിയ ചാപ്റ്റർ ഉണ്ടല്ലോ, ജൂലു, നമുക്ക് ആ പാഠം നോക്കാം. ഓക്കെ, ബൈ.